ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അടിച്ചു മാറ്റിയ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ പോകട്ടോ. അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ എഴുതി വെച്ച സഭയുടെ വലിയൊരു പ്രാർത്ഥനയിൽ നിന്ന് ഒരു കുഞ്ഞു ഭാഗം നമ്മൾ മോഷ്ടിച്ചെടുത്ത് നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയുടെ ഭാഗമാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, എപ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് ഒരു കൺഫ്യൂഷനോ സങ്കടമോ ഒക്കെ വന്നപ്പോഴത്തേനും ഈശോയെ നീ ഉണ്ടല്ലോ, ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ബിലീവ് ഇൻ യു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെഞ്ചും നിവർത്തി നിന്നത് എപ്പോഴാണ് ഒന്ന് ഓർക്കുന്നുണ്ടോ? അവസാനമായിട്ട് വലിയ ഇടിവെട്ട് പോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ തലയുയർത്തി പിടിച്ച് നെഞ്ചു വിരിച്ചു പിടിച്ച് ഈശോ ഉണ്ടല്ലോ, ഐ ബിലീവ് ഇൻ ഈശോ എന്ന് പറഞ്ഞിട്ടത് എപ്പോഴാണ് ഏറ്റവും അവസാനം? ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ട്രബിൾസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാകും, ചില അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ നമ്മൾ ഒപ്പിക്കും. നമ്മുടെ മുമ്പിൽ മതിൽ പോലെ, മല പോലെ, സമുദ്രം പോലെ വലിയ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ചിലപ്പോൾ വന്ന് നിൽക്കുന്നുണ്ടാവും. ചിലത് പെട്ടെന്ന് ഒതുങ്ങിപ്പോകും, ചിലത് പിന്നെയും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വലിപ്പം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെന്റ്, ഇതൊരു ഇജാക്കുലേറ്ററി പ്രെയർ ആയിട്ട്, ഒരു സുഹൃത ജപമായിട്ടൊക്കെ എല്ലാ ദിവസവും നിങ്ങളിത് പ്രാർത്ഥിക്കണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുക. ഇത്രയേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സേ ഐ ബിലീവ് ഇൻ ഗോഡ്, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എവിടുന്ന് അടിച്ചു മാറ്റിയെന്ന് പെട്ടെന്ന് വെടികെട്ടി കാണുമല്ലോ അല്ലേ? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ, നമ്മുടെ വിശുദ്ധ കുർബാനയിൽ, നമ്മുടെ ജപമാലയിലൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു കുഞ്ഞു ഫോർമാറ്റാ നമ്മളിപ്പോൾ പറഞ്ഞ ഐ ബിലീവ് ഇൻ ഗോഡ്, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയോ? എല്ലാ ദിവസവും ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനയുടെ, നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന സുഹൃത ജപങ്ങളുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് മാറ്റണം. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ബട്ട് ഐ ബിലീവ് ഇൻ ഗോഡ്. എൻ്റെ മുമ്പിൽ സങ്കടങ്ങളുണ്ട്, എൻ്റെ മുമ്പിൽ കൺഫ്യൂഷൻസ് ഉണ്ട്, ബട്ട് ഐ ബിലീവ് ഇൻ ഗോഡ്. എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഈസിയാണ്. ഐ ബിലീവ് ഇൻ ഗോഡ് ഒരു 10 പ്രാവശ്യം പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ സങ്കടങ്ങൾ ഇങ്ങനെ വലിയ ചോദ്യചിഹ്നം പോലെ നിന്നെ ഇപ്പം തീർക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്, ഇല്ല മോനെ, ഈ പ്രശ്നങ്ങൾക്കൊന്നും എന്നെ ഇടിച്ച് താത്താനോ എൻ്റെ തലയൊന്ന് താഴ്ത്താനോ എൻ്റെ ശക്തി കുറയ്ക്കാനോ പറ്റില്ല. ബിക്കോസ് എനിക്കൊരു ദൈവമുണ്ട്. ഐ ബിലീവ് ഇൻ മൈ ഗോഡ്. അങ്ങനെ പറയാൻ പറ്റണം. അത് ഓരോ ദിവസവും നമുക്ക് സാധിക്കണം. ഇത് നിങ്ങളുടെ മുമ്പിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ പാതി വെച്ച് ഒട്ടഞ്ഞ് തകർന്ന് തരിപ്പണായിട്ട് നിൽപ്പുണ്ട്. മുമ്പോട്ട് ഇനി എന്നാ ചെയ്യുന്നൊന്നും അറിയാണ്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ബട്ട് യു ഹാവ് എ ഗോഡ്. നിനക്കൊരു ദൈവമുണ്ട്. ആ ഒരു ബിലീഫ്, ആ ഒരു ഫെയ്ത്ത് ഉള്ളിലോട്ട് നിറയ്ക്കണം. വിശ്വസിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവം ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എത്രയോ തവണ ഇടപെട്ടിട്ടുണ്ട്. ഈശോയുടെ വ്യക്തിപരമായ ഒരു സാന്നിധ്യം എത്രയോ തവണ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മളോട് സംസാരിക്കുന്ന വചനത്തിലൂടെ, സംഭവങ്ങളിലൂടെ, കൂദാശകളിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ദൈവത്തോട് നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുക. ആ റെസ്പോൺസിനെയാണ് വിശ്വാസം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ മതി, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. നേരിട്ട് കാണുന്നില്ല, നീ അദൃശ്യനാണ്, നീ അപ്രാപ്യനാണ്, നീ ദൂരെ എവിടെയോ ആണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കാന്ന് ഒരു ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങളങ്ങ് നടത്തുക. എന്തെന്നറിയോ? ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ് പരിശുദ്ധ അമ്മ മാതാവ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ, അതായത് എങ്ങനെ വിശ്വസിക്കണം എന്ന് പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ പഠിപ്പിച്ചു തരും. കുറച്ചങ്ങോട്ട് നല്ല ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മൾ മാതാവിനെ കുറിച്ച് ക്ലാസ്സുകൾ ഇടുമ്പോൾ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, ചീത്തവിളിയും എന്നൊക്കെ പറഞ്ഞിട്ട്. അവരോടൊക്കെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ കേട്ടോ. മാതാവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. കാരണം ഈശോ അമ്മ എന്ന് വിളിച്ച ആളെ എന്നോടും ഇത് കേട്ടോണ്ടിരിക്കുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് വിളിച്ചോ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ആ അമ്മേനെ അമ്മ എന്ന് വിളിക്കാൻ, ഈശോ അമ്മ എന്ന് വിളിച്ച ആളെ അമ്മച്ചി എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു സൗഭാഗ്യം. അത് നിങ്ങൾക്ക് കൂടെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അല്ലാണ്ട് കമന്റുകൾക്ക് ചീത്തവിളിയും റെസ്പോൺസും ഒന്നും ഉണ്ടാകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് നിങ്ങൾ അർഹിക്കുന്നില്ല എന്നാണ് സങ്കടത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ കൂടി പറയുന്നത്. മാതാവ് എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരിക്കുന്നതെന്നറിയോ? ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം 37-38 വളരെ സമയമെടുത്ത് നന്നായിട്ട് വായിക്കും. കുഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന് പരിശുദ്ധ അമ്മ മാതാവ് പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ലൂക്കാ 1:37 മറിയം പറയുന്ന ഒരു കാര്യമുണ്ട്, നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ആദ്യം അയാൾ പറയേണ്ട ഒരു കാര്യമാണ്, എൻ്റെ മുമ്പിൽ സങ്കടങ്ങളുണ്ട്, എൻ്റെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്, പാപങ്ങളുണ്ട്, പക്ഷെ എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്.
എൻ്റെ മുമ്പിൽ എഴുതി തീർക്കാനുള്ള പരീക്ഷകൾ, അപ്പിയർ ചെയ്യേണ്ട ഇൻ്റർവ്യൂസ്, എനിക്ക് കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകൾ, എൻ്റെ ജീവിതത്തിൽ തീർക്കേണ്ട പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ബട്ട് ഐ ഹാവ് എ ഗോഡ് ആൻഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മാതാവ് ഇത് പറഞ്ഞു. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് ഉറപ്പായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്താണെന്നറിയോ? ലൂക്ക 1:38 മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ഇതാണ്, ഞാൻ ഇതാ ദൈവത്തിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തത് പറയാൻ നമുക്ക് എളുപ്പമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് എന്നെ ഈ പരീക്ഷയിൽ വിജയിപ്പിക്കാൻ പറ്റും. എൻ്റെ കടബാധ്യതകളെ, എൻ്റെ രോഗങ്ങളെയൊക്കെ എടുത്തു മാറ്റാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്, സർവ്വശക്തനാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാൻ ഒരു അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ആണേലും ദൈവമേ, ഞാനിതാ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുകയാണ്, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. എനിക്ക് അമേരിക്കയിൽ പോകാനാണ് ആഗ്രഹം, പക്ഷെ ഈശോ നിന്റെ ആഗ്രഹം നടക്കട്ടെ. എനിക്ക് ഈ രോഗം ഈ മാസം മാറണം എന്ന ആഗ്രഹം, പക്ഷെ നിന്റെ ഇഷ്ടം നടക്കട്ടെ. കർത്താവെ, ഇന്ന് എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം, ബട്ട് ഞാനെല്ലാം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, നിന്റെ ഇഷ്ടം നടക്കട്ടെ. അങ്ങനെ പറയണമെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആത്മധൈര്യം വേണം കേട്ടോ. പക്ഷെ ആത്മധൈര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഉള്ളിലേക്ക് നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുമുണ്ട്. ഈശോയോട് നമുക്കും ഈശോയെ അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ലൂക്ക 1:48 മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കുന്നു. ഇന്ന് മറിയത്തെ നമ്മൾ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമ്മയുടെ ഈ വിശ്വാസമാണ്. എല്ലാം ദൈവത്തിന് സാധ്യമാണെന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം അതിൻ്റെ രണ്ടാം ഭാഗം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ ആ ദൈവത്തിന്, എല്ലാം സാധ്യമാക്കി തരുന്ന ദൈവത്തിന് പൂർണ്ണമായിട്ട് അമ്മ അങ്ങ് വിട്ടുകൊടുത്തു. ആ അമ്മയെ നമ്മൾ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. ആ അമ്മയെ നമ്മൾ സ്വന്തം അമ്മ എന്ന് വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ തവണ ജപമണികളിൽ നമ്മൾ ഈ പ്രാർത്ഥനകളിൽ ചെല്ലുമ്പോൾ ഓർക്കണം, ഒരു വിശ്വാസത്തിൻ്റെ ഉദാഹരണം നമ്മൾ ഓരോ തവണ ഓർക്കുകയാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോഴും ഓരോ തവണ മാതാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർക്കണം, എൻ്റെ വിശ്വാസം എവിടം വരെയുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് പറഞ്ഞ് കൈയും കെട്ടി നിൽക്കുകയല്ല, പകരം ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൈയും കൊടുത്ത് ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന ആത്മധൈര്യമുള്ള, അത്രയും സ്ട്രോങ് വിശ്വാസമുള്ള നല്ല മക്കളായിട്ട് നമ്മൾ മാറണം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നിന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ടെൽ ഹിം ഐ ബിലീവ് ഇൻ ഗോഡ്. എൻ്റെ ദൈവമേ, എൻ്റെ പ്രശ്നങ്ങൾക്കപ്പുറം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. നല്ല സ്ട്രോങ് വിശ്വാസികളായിട്ട് തീരുക, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.